നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രമുഖ വ്യവസായിയായിരുന്ന കേതൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹ നാളുകൾ എണ്ണി നിൽക്കുന്ന സമയത്താണ് ആ മരണവാർത്ത നമ്മളൊക്കെ കേൾക്കുന്നത്. പൂനെയെ നടുക്കിയിട്ടുള്ള ആ ക്രൂര കൊലപാതകം തികച്ചും അപകട മരണം ആണ് എന്ന് മാത്രം കരുതിയിരുന്ന ഒരു സംഭവം. തന്റെ സഹോദരന് അത്തരമൊരു അപകടം സംഭവിക്കില്ല എന്നും കൃത്യമായിട്ട് അവന്റെ കാര്യങ്ങൾ സുരക്ഷിതമാക്കി വെക്കുന്ന ഒരാളാണെന്നും ഈ ഒരു മരണം അത് കൊലപാതകമാണ് എന്നുള്ള സംശയം സഹോദരിയിൽ ഉയർന്നതോടുകൂടെയാണ് ഒരു അന്വേഷണം ആരംഭിക്കുന്നതും നമ്മൾ വരും ഒരു അപകട മരണമാണ് എന്ന് കരുതി തള്ളിക്കളയാൻ സാധിക്കുമായിരുന്ന ഒരു മരണവാർത്ത കൊലപാതകമാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നതും. കൊലപാതകം ചെയ്തതാകട്ടെ ഈ പറയുന്ന ഇതേ വ്യവസായിയായിട്ടുള്ള ഈ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞ് രണ്ട് വീട്ടുകാർക്ക് മുൻപിലും സന്തോഷം അഭിനയിച്ച് ജീവിച്ച യുവവധുവും തന്റെ മറ്റൊരു കാമുകനൊത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടി ഇയാളെ കൊലപ്പെടുത്താൻ, അതും ഇത്തരത്തിൽ അതിദാരുണമായി കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. വിവാഹത്തിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന വീട്ടുകാരെ ധരിപ്പിക്കാനോ സാധിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു കൊലപാതകം എന്നുള്ളത് ഈ സിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിച്ച, അല്ലെങ്കിൽ സിയ എന്ന് പറയുന്ന പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി, അതൊക്കെ നമ്മൾ കേട്ട് അന്താളിച്ചു പോയതാണ്. അതായത് സ്വന്തം വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് അയാളെ കൊല ചെയ്യുന്നത് എന്ന്. സ്വന്തമായി താൻ ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടി തന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരുത്തനെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയ കേസ്. എന്നാൽ തന്റെ കാമുകനും സിയയും മാത്രമാണ് ഇത്രയും നാൾ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് നമ്മൾ കരുതിയതെങ്കിൽ അല്ല, മറിച്ച് ഇതിന് പിന്നിൽ വലിയൊരു കൂട്ടം തന്നെയുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് വിവാഹ നിശ്ചയത്തിന് ശേഷം തന്റെ സഹോദരിക്ക് ഈ മറ്റൊരു യുവാവുമായിട്ട് ബന്ധമുണ്ടെന്നും അയാൾക്കൊപ്പം ജീവിക്കാനാണ് സിയയുടെ തീരുമാനം എന്നും അറിയാമാകുന്ന സിയയുടെ സഹോദരൻ സംശയനിഴലിലാണ്. അതിനൊപ്പം മറ്റൊരു സുപ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തി കൂടെയുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ സിയ നടക്കാത്ത കല്യാണത്തിന് വേണ്ടി നിനക്ക് ഞാനൊരു പാസ്പോർട്ട് എടുത്തു തരാം എന്ന് ഒരു സുഹൃത്തിന് നൽകിയ മെസ്സേജ് അത് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അപ്പോൾ ആ സുഹൃത്തിനും ഇവിടെ നടക്കാൻ പോകുന്നത് കൊലപാതകമാണോ എന്നറിയാമായിരുന്നു എന്നുള്ള വലിയ സംശയങ്ങൾ ഉടലെടുക്കുകയാണ്. എന്തായാലും സിയയും ചേതനും മാത്രമല്ല, മറിച്ച് മറ്റ് പല ലക്ഷ്യങ്ങളും വച്ചുകൊണ്ട് കേതനെ കൊലപ്പെടുത്താൻ വലിയൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും കഴിഞ്ഞു എന്ന് കരുതിയ ഒരു കേസിൽ ഞെട്ടിക്കുന്ന നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടെ പുറത്തു വരുന്നു. യുവ വ്യവസായിയായ കേതൻ അഗർവാളിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിസുത വധുവായിരുന്ന സിയ ഘോയലിൻ്റെതെന്ന് പറയപ്പെടുന്ന ഒരു സ്നാപ്ചാറ്റ് സന്ദേശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. കേതനും സിയയും തമ്മിലുള്ള വിവാഹം നവംബറിൽ രാജസ്ഥാനിൽ നടക്കേണ്ടതായിരുന്നു. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇതിനു വേണ്ടി പലരെയും സിയ കോണ്ടാക്ട് ചെയ്തു. അത്തരത്തിൽ തന്റെ സുഹൃത്തായിട്ടുള്ള ഒരു ആളോട് സിയ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, സിയ സംസാരിക്കുന്ന ചാറ്റ്, അതാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ സുഹൃത്തിനോട് സിയ പറയുന്നത് ആധാർ കാർഡിന്റെ ചിത്രം അയക്കാൻ ആണ്. ആ സംഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ: ആധാറിന്റെ ചിത്രം അയക്കൂ, ഒരിക്കലും നടക്കാത്ത ഒരു കല്യാണത്തിന്റെ ടിക്കറ്റ് എടുക്കാനാണ് എന്ന് ശബ്ദ സന്ദേശം, എന്ന ഒരു സന്ദേശം. ആധാറിന്റെ ചിത്രം അയച്ചിട്ടുണ്ടെന്നായിരുന്നു ഇതിനുള്ള മറുപടി. ഒന്ന് തമാശയ്ക്ക് പോലും അന്ന് ആ സുഹൃത്ത് ചോദിച്ചില്ല, എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത്, നടക്കാത്ത കല്യാണമോ എന്നത്. അതിനർത്ഥം സിയയുടെ പ്ലാനിങ് കൃത്യമായിട്ട് അറിയുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ സിയയുടെ പ്ലാനിന് കൂടെ നിന്ന ഒരു സുഹൃത്ത് എന്ന് തന്നെയാണ്. എന്നാലും ജൂൺ 18-നാണ് സിയ ഘോയലും കാമുകൻ ചേതൻ ചൗധരിയും ചേർന്ന് ലോഹ്ഗഡ് കോട്ടയിൽ നിന്ന് പ്രതിശ്രുത വരാനായിട്ടുള്ള കേതൻ അഗർവാളിനെ 400 അടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നത്. പൂനെ കോടതി വെള്ളിയാഴ്ച ഇരുവരെയും 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഈ സ്ക്രീൻഷോട്ട് ഓൺലൈനിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. സിയ ഘോയലിന് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് കേതൻ അഗർവാൾ സംസാരിച്ചിരുന്നതായിട്ട് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കേതൽ കുടുംബവുമായി ഇത് പങ്കുവച്ചിരുന്നതായിട്ടുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപും സിയയുടെ പശ്ചാത്തലം വിശദമായി അന്വേഷിച്ചിരുന്നു എന്ന് മകൻ ചോദിച്ചതായും കേതന്റെ പിതാവ് ഇപ്പോൾ പറയുന്നത് വളരെ പ്രസക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും സിയയുടെ ഫോൺ തിരക്കിലാണെന്നും നിസാര കാര്യങ്ങൾക്ക് പോലും സിയ
വലിയ രീതിയിൽ ദേഷ്യപ്പെടുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നതെന്ന് കേതൻ കുടുംബാംഗങ്ങളോട് പരാതിയായിട്ട് അല്ലെങ്കിൽ സങ്കടമായിട്ട് പറഞ്ഞതായും അവർ പറയുന്നുണ്ട്. സിയുടെ സംസാരത്തിൽ ചേതന്റെ കാര്യം പലപ്പോഴും കയറി വരുമെന്നത് മകനെ അസ്വസ്ഥമാക്കിയിരിക്കാം എന്നാണ് ആ കുടുംബം ഇന്ന് കണ്ണീരോടെ പറയുന്നത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ് കേതൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. പുനെ സ്വദേശിയായ വ്യവസായി കേതൻ അഗർവാളിന്റെ കൊലപാതകത്തിൽ വലിയ വഴിത്തിരിവ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ വേറെയും വന്നിട്ടുണ്ട്. പ്രതി സിയ ഗോയലും ചേതനും പുറമെ മൂന്നാമതൊരാൾക്കു കൂടി ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നുള്ളതായിരുന്നു ആ വാർത്ത. ചേതൻ സഹോദരിയുടെ സുഹൃത്താണ് ഇയാളെന്നതാണ് സൂചനകൾ. കൊലപാതകത്തിനു ശേഷം സിയയും ചേതനും ഉറ്റ സുഹൃത്തിനെ വിളിച്ച് കൊലപാതകത്തിന്റെ ആസൂത്രണത്തിലടക്കം ചേതന്റെ സുഹൃത്തിന് പങ്കുണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇയാൾക്കുള്ള അന്വേഷണം, ഇയാൾ എവിടെയാണ്, എത്തരത്തിലാണ് ഇയാൾ ഇവരെ സഹായിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോലീസ് ശക്തമായിട്ട് അന്വേഷണം തുടരുന്നു എന്നുള്ളതാണ് സൂചന. 22-കാരനായിട്ടുള്ള ചേതന്റെ സുഹൃത്തിനെ SIT തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിലും പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണത്തിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലാണ് ഈ നടപടിയെന്നാണ് സൂചന. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഇയാളിലേക്ക് എത്തിയതെന്നാണ് വിവരം. സിയെയും ചേതനെയും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള തീരുമാനവും SIT എടുക്കുന്നുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പൂനെ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകാനായിരുന്നു തീരുമാനം. സിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷയടക്കം സമർപ്പിച്ചിരുന്നു. സിയയുടെ മൊഴിയിലുണ്ടായിരുന്ന വ്യാപകമായ പൊരുത്തക്കേടുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം. അന്വേഷണത്തോട് സിയ സഹകരിക്കുന്നില്ല എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. എന്നാൽ നുണപരിശോധനയ്ക്ക് സിയ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. അപേക്ഷകൾ അടിയന്തര പ്രാധാന്യത്തോടെ ഹൈക്കോടതി പരിഗണിക്കുമെന്നുള്ള സൂചനയും പുറത്തുവരുന്നു. എന്തായാലും ജൂൺ 18-നാണ് നമ്മളുടെ ഈ ഒരു രാജ്യത്തെ നടക്കിയിട്ടുള്ള ഇങ്ങനെ അതിക്രൂരമായിട്ടുള്ളൊരു കേസ് നടക്കുന്നത്. 25-കാരനായിട്ടുള്ള കേതൻ അഗർവാളിനെ സിയ പൂനെയിലെ കോട്ടയിൽ എത്തിച്ച് പ്ലാൻ ചെയ്ത് എത്തിച്ചതിനു ശേഷം കാമുകന്റെ സഹായത്തോടെ മലയിടുക്കിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയാണ്. ഇതേ ദിവസം സിയ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പൂനെയിലെ മാർക്കറ്റ് യാർഡ് പ്രദേശത്തുള്ള ഇവരുടെ വസതിയിൽ നിന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനുള്ള ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. 400 അടി ആഴ്ചയിലേക്കാണ് കേതനെ ഇവർ ഇത്തരത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ദൃക്സാക്ഷികൾ ഇല്ലാത്തതിനാൽ കേസിൽ ആരാണ് യഥാർത്ഥ സംഭവത്തിന് കാരണമായിരിക്കുന്നത്, കൊലപാതകി എന്നുള്ള ഒരു കാര്യം അറിയാനുണ്ട്. എന്തായാലും പരസ്പരം താനല്ല അയാളാണ് എന്നുള്ള രീതിയിൽ പരസ്പരം ഈ വിഷയത്തിന്റെ കൊലപാതക ഉത്തരവാദിത്വം പഴിചാരി മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് സിയയും ചേതനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആർക്കു വേണ്ടിയാണോ, പ്രണയത്തിന് വേണ്ടിയാണോ സിയ തന്റെ പ്രതിശ്രുത വരനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്, അതേ ആൾ തന്നെ ഇപ്പോൾ കൈവിടുന്ന പശ്ചാത്തലമാണ് കാണുന്നത്. അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ താൻ ഒരു കൊലപാതകത്തിന് കൂട്ടുനിന്നത്, അതേ ആള് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സിയയും ചേതനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് സൂചന. അതേസമയം നുണപരിശോധനയിലൂടെ കേതന്റെ ഫോണിൽ നിന്നും തെളിവുകൾ സിയ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശം. കേതനെ ഒഴിവാക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള ചോദ്യം, ചേതൻ ചൗധരിയുമായി എന്താണ് സിയുടെ യഥാർത്ഥ ബന്ധം, ഇവയ്ക്കൊക്കെയുള്ള ഉത്തരം ഒരുപക്ഷെ നുണപരിശോധനയിലൂടെ ലഭിക്കും എന്നുള്ളതാണ് സൂചന. അതേസമയം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്ക് വിശ്വസിക്കുന്നതിനപ്പുറത്തേക്കാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് സിയ നൽകിയിരിക്കുന്ന മൊഴികൾ അത് അത്രമാത്രം വിചിത്രമായിട്ടുള്ള പല മൊഴികളുമാണ്.